വാട്സ്ആപ്പ് പീപ്പിൾ, ദിസ് ഇസ് ഓൾബാറ്റ്. ഞാനൊരു VTuber-ആണ്. സോ ഇന്ന് നമ്മൾ വൺ പീസ് ചാപ്റ്റർ 1175-ന്റെ ചെറിയൊരു സ്പോയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ചാപ്റ്ററിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കാം. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ സാഞ്ചി തന്റെ ഡിയാബ്ലെ ജാംബ ഉപയോഗിച്ച് റോബിന്റെ ചുറ്റും സമേഴ്സ് നിർമ്മിച്ച മുള്ളുകൾ കത്തിച്ചു കളയാണ്. സോറോയും അതേസമയം ബന്ദികളായ കുട്ടികളുടെ ചുറ്റുമുള്ള മുള്ളുകൾ വെട്ടിമാറ്റുന്നു. ലൂഫിയും ലൂക്കിയും രക്ഷപ്പെടുത്തിയ കുട്ടികളുമായി ജെറോൾഡിന്റെ അടുത്തേക്ക് പോകുന്നു. ഇവിടെയാണ് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം നടക്കുന്നത്. ഒരു ഫ്ലാഷ് ബാക്കിൽ ജെറാൾഡ് ലൂക്കിയുടെ ഡെവിൾ ഫ്രൂട്ട് എന്താണെന്ന് റിവീൽ ചെയ്യുന്നു. ലൂക്കിയുടെ ഫ്രൂട്ടിന്റെ പേര് ഡ്രാഗൺ ഫ്രൂട്ട് മോഡൽ നിഡ്ഹോഗ് എന്നാണ്. ഇതൊരു മിത്തിക്കൽ മോഡൽ ഡെവിൾ ഫ്രൂട്ട് ആണ്. ഈ ഫ്രൂട്ട് കഴിക്കുന്ന ആൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രാഗണായി മാറാനുള്ള ശക്തിയുണ്ട്. പക്ഷെ ആ ഡ്രാഗന്റെ വലിപ്പം ഇത് ആര് കഴിക്കുന്നു എന്നനുസരിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഏൻഷ്യൻ ജയന്റിന് മാത്രമേ ഇതിന്റെ ഫുൾ പവർ പുറത്തോട്ട് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ജെറോൾഡ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. പണ്ട് എൽബാഫിലെ ഒരു ഗോഡ് ഓഫ് വാറിന്റെ കയ്യിൽ ഈ ഡെവിൾ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഈ ഗോഡ് ഓഫ് വാർ മറ്റൊരു സൺ ഗോഡുമായിട്ട് പണ്ട് ക്ലാഷും ചെയ്തിട്ടുണ്ടെന്നാണ് ജെറോൾഡ് പറയുന്നത്. അയാളുടെ കയ്യിൽ റാഗ്നിയർ എന്ന് പറഞ്ഞൊരു വെപ്പിനും ഉണ്ടായിരുന്നു. റാറ്ററ്റോസ്കർ എന്ന് പേരുള്ള ഒരു ഐസിന്റെ പവറുള്ള ഒരു അണ്ണാരക്കണ്ണനും ഈ ഗോഡ് ഓഫ് വാറിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ കാണുന്നത് ലൂഫി തന്റെ ഗിയർ 5 ഫോമില് ഗം ഡോൺ തോർ റൈഫിൾ എന്ന് പറയുന്നൊരു പുതിയ അറ്റാക്ക് ഉപയോഗിച്ച് സെയിന്റ് സമേഴ്സിനെ ഇലക്ട്രിക്യൂട്ട് ചെയ്യുന്നതാണ്. അതേ സമയത്ത് തന്നെ ലൂക്കി തന്റെ ലൈറ്റ്നിങ് പവേഴ്സ് ഉപയോഗിച്ച് ബാക്കിയുള്ള എല്ലാ ഡ്രീം മോൺസ്റ്റേഴ്സിനെയും ഡിഫീറ്റ് ചെയ്യുകയാണ്. ഇതേ സമയത്ത് ഈമു, നീ ഇത്രയും കാലം എൽബാഫിലായിരുന്നോ നിഡ്ഹോഗ് എന്ന് പറഞ്ഞ് ചാപ്റ്റർ തീരുവാണ്. അടുത്ത ആഴ്ച ബ്രേക്ക് ഇല്ല. സോ ഇതാണ് ബ്രീഫ് സ്പോയിലേഴ്സ്. ഫുൾ സ്പോയിലർ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെയും ക്ലിയർ ആയ ഒരു പിക്ചർ കിട്ടും. സോ അത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നവരെ പീസ്.